പാലക്കാട് നിന്ന് വരുന്ന വഴിയാട്ടോ. അപ്പോൾ നല്ലോണം കഴിഞ്ഞ് നമ്മൾ അരീക്കാട് എത്താൻ നേരമാണ് നമ്മൾ നഹലാസ് ബിരിയാണി സെൻറ്റർ കേട്ടത്. കുറേ കേട്ടിട്ടുണ്ട്, നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 12 അല്ല കറക്റ്റ് സമയത്താണ് അവിടെ എത്തിയത്. അപ്പോൾ പിന്നെ നോക്കി ദമ്മ് പൊട്ടിച്ച് തുടങ്ങുന്നുണ്ട്. പിന്നെ നേരെ അവിടെ കയറിയിരുന്നു. പാർസലൊക്കെ ഇങ്ങനെ ടിക്കൊക്കെ വെച്ചുകൊണ്ട് കുറച്ച് തിരക്കുണ്ട്. ആ തൊട്ടൊക്കത്ത് നല്ലൊരു തിരക്കുണ്ടായി. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്ത് കയറി ഇരുന്നൊരു ഹാഫ് ബീഫ് ബിരിയാണി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹാഫ് മതി, ചൂടൊക്കെ അല്ലേ. അങ്ങോട്ട് എങ്ങനെ നല്ല കുറേ അഭിപ്രായം കേട്ടൊരു സ്പോട്ടാണ് കേട്ടോ. നല്ല ചൂട് അവിടെ റൈസ്, തൊട്ടപ്പം തന്നെ നമുക്കൊരു എന്താ പറയുക, നല്ല ഒരു ഫ്ലഫി ആയിട്ടുള്ള റൈസ് എന്നൊക്കെ പറയലേ, ആ ഒരു രീതിയിൽ കേട്ടോ. പിന്നെ ഒരു പീസാ, സിംഗിൾ പീസ് ഹാഫല്ലേ. അപ്പോൾ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. നല്ല സ്മെല്ലാട്ടോ ബിരിയാണിക്ക്. ആ ഒരു ദമ്മ റൈസിലേക്ക് കറക്റ്റ് ഫ്ലേവർ എടുത്തിട്ടൊരു ரொம்ப സെറ്റാട്ടോ. അതേപോലെ പീസ് നോക്കിയാട്ടെ, നല്ല ചൂടുണ്ട് കേട്ടോ പീസ്. നല്ല അലിഞ്ഞ പീസ്, നല്ല ചൂടായതുകൊണ്ട് നല്ലൊരു ബിരിയാണി കേട്ടോ. കുറേ കേട്ടത് ശരിയാണ്, നല്ല ടേസ്റ്റുള്ള ബിരിയാണി, മസാലയായാലും ഒക്കെ. പിന്നെ അച്ചാറുണ്ടായിരുന്നു, തൈരുണ്ട്. അൺലിമിറ്റഡ് ആണെന്ന് തോന്നുന്നു. ഫുള്ള് വാങ്ങുന്നവരൊക്കെ ഇങ്ങനെ വീണ്ടും റൈസൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട്. ഞാൻ ഹാഫാണ് വാങ്ങി. എനിക്കത് ധാരാളമായിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ, അടിപൊളി. അപ്പോൾ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു ചിക്കൻ ബിരിയാണി കൂടി പാർസൽ എടുത്തു കേട്ടോ. 110 രൂപയെന്ന് തോന്നുന്നു ഫുള്ളിന്, പിന്നെ ഹാഫിന് 80 രൂപയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് അങ്ങോട്ട് ഇറങ്ങി. പിന്നെ നമ്മൾ തിരിച്ച് വരുമ്പോൾ നമ്മളെ ലുലു മാൾ എടുത്തെത്തിയാൽ ചൂടല്ലേ, ഭാഗത്തൂടെയൊക്കെ പോകുമ്പോൾ ഈ ഒരു 10 റുപ്യേൻ്റെ മുന്തിരി വെള്ളം കുടിക്കാനുള്ള ഇപ്പോൾ ഒരു ശീലമാണ്. നല്ല മധുരമൊക്കെയാണ്, എന്നാലും 10 റുപ്യക്ക് നമ്മൾ ഒരു സോഡ കുടിക്കുന്ന പൈസ അല്ലാവുന്നുള്ളൂ. അടിപൊളിയാട്ടോ. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.